നമസ്കാരം. ഞാൻ ഷീല സോമൻ. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. 2-3-4 ഇതൊക്കെ ചെയ്ത് കുക്കറിയാണ് അത് ഞാൻ തുടങ്ങിയത്. അത് ഞാൻ ചെയ്ത് എനിക്കിതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ. എൻ്റെ കൊച്ചുമോനാണ് എന്നോട് ഹെൽപ്പ് ചെയ്യുന്നത്. അവനെയും കൂട്ടിയാണ് അവനാണ് ഇതെല്ലാം എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഇതിനുള്ളിൽ ഷീല കിച്ചൺ എന്നാണ് ഞങ്ങൾ ഇട്ടത്. അതിപ്പോൾ എല്ലാം വേറെ റീൽസൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അത് ഷീല വ്ലോഗ് ആക്കിയിരിക്കുകയാണ്. ഇന്നാണ് ഞാൻ ഫേസ് റിവ്യൂ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഓരോ വീഡിയോ ചെയ്യുന്ന എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. വാ അച്ഛൻ വാ, നമുക്ക് ഇതാണ് ഓടി വാ അച്ഛൻ മോനെ വാ. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്നു. ഓക്കെ, ബൈ ബൈ, നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു ഇറച്ചിയുടെ അച്ചാറിട്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ മീൻ അച്ചാറിടാനാണ് പോകുന്നത്. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ. ഇനി വീഡിയോയിലോട്ട് പോവാണ്. ഗ്യാസ് ഞാൻ കത്തിക്കുവാണ്, പാത്രം വയ്ക്കുവാണ്. മീന് 2 കിലോ ഞങ്ങൾ 2 കിലോ മീനാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. അത് വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഉലുവ, കടുക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, ഇത് മഞ്ഞൾ, സാദാ മുളക് പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി. എരിവ് വേണ്ടേ, അതുകൊണ്ടാണ് അതങ്ങനെ എടുത്തിരിക്കുന്നത്. വേപ്പില. അത് പാത്രം ചൂടായി. നമ്മൾ അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുവാണേ. ഉലുവ ഇടുവാണേ. കുറച്ച് ഉലുവ ഇട്ടാൽ മതി. കൂടുതൽ ഉലുവ ഇടണ്ട. കൂടുതൽ ഉലുവ ഇട്ടാൽ കഴിക്കുകയും ചെയ്യും, ഇത്തിരി കടിക്കുകയും ചെയ്യും. ഉലുവ പൊട്ടി നമ്മൾ കടുക് ഇടുവാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുവാണ്. പച്ചമുളക് ഇടുവാണ്. എത്ര ഇടുവാണ്. ഉപ്പിടുവാണ്. പേസ്റ്റിൻ്റെ പേസ്റ്റും പച്ചമുളകൊക്കെ നമ്മൾ ഇട്ടില്ലേ, ആ മസാലയിലൊന്ന് ഈ ഉപ്പൊന്ന് പിടിക്കണം. അതിന് നമ്മൾ ഉപ്പിട്ടിട്ട് പേസ്റ്റ് അതിൻ്റെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കും. അല്ലെങ്കിൽ ഈ മസാലയിൽ ഉപ്പ് പിടിക്കത്തില്ല. വഴണ്ട് വരുവാണേ. പച്ചമുളക് ഒന്ന് നന്നായിട്ടൊന്ന് മൂക്കണം. പച്ച കളറൊന്ന് മാറി വരണം. മഞ്ഞളുണ്ട്, സാദാ മുളക് പൊടി കുറച്ചുണ്ട്, കാശ്മീരി മുളക് പൊടിയുണ്ട്. കാര്യം മീനല്ലേ, ആ കാര്യത്തിൽ ഇത്തിരി എരിവ് വേണ്ടേ. കാശ്മീരി മുളക് പൊടി മാത്രം ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് കൊഴുപ്പ് കിട്ടും, കളറും കിട്ടുമെന്നല്ലാതെ എരിവ് ചിലവർക്ക് കൂടുതൽ വേണ്ടവർക്ക് ഇത്തിരി ശകലം എരിവ് വേണ്ടവർക്ക് അത് പോരാതെ വരും. അപ്പം നമ്മളിതിൻ്റെ ഫ്ലെയിം ഓഫാക്കുവാണ്, അല്ലെങ്കിൽ അത് കരിയും. അതിൻ്റെ കൂടെ കായവും ചേർത്തിട്ടുണ്ട്. കായവും ചേർത്ത് ഇളക്കി അത് കഴിഞ്ഞ് നമ്മൾ വിനാഗിരി ഒഴിക്കുവാണ്. നമ്മൾ വിനാഗിരി ഒഴിക്കുക. വിനാഗിരി കുറച്ചൊഴിക്കുക.
ഇളക്കി ആ മസാല എല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി എടുത്തതിൻ്റെ ശേഷം നമുക്ക് മീൻ അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യണം. മീൻ ആഡ് ചെയ്യുമ്പോൾ ഇനി ഫ്ലെയിം കത്തിക്കുവാണ്. അതൊന്ന് തിളയ്ക്കണം. ഈ നമ്മുടെ വിനാഗിരി വിനാഗിരി നന്നായിട്ട് ഈ മസാലയുടെ അകത്തൊന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം നമുക്ക് മീനിടാൻ പറ്റും, അല്ലെങ്കിൽ അത് ശരിയാവും. അപ്പോൾ ഇതിൻ്റെ ഈ മസാലയുടെ ഉപ്പും കൂടി നോക്കണം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ആയോ, നമ്മൾ കൂടുതൽ ഉപ്പ് കഴിക്കാൻ വയ്യാത്ത ഉപ്പ് വേണ്ട. ഇനി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, മീനാവിലേക്ക് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മീനിട്ട് കൊടുക്കും. നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ശകലം കൂടി ഇതിൻ്റെ കൂടെ ഇത്തിരി കൂടി മിന്നാവരി ഇത് പോരാതെയുണ്ട്. ശകലം മിന്നാവരി കൂടി ഒഴിച്ചേക്കാം. മിന്നാവരി കുറച്ചുകൂടി നമ്മൾ മിന്നാവരി ഒഴിച്ച് ഇത് പറ്റി വരുമ്പോഴേ ഇത്തിരി ഡ്രൈ ആയി പോകും. വീട്ടിൽ ഉപയോഗിക്കുവാണെങ്കിൽ നമ്മൾ ഇത്തിരി ലൂസായിട്ട് എടുക്കാം. അല്ല നമ്മളിത് വെളിയിലോട്ടൊക്കെ കൊടുത്ത് വിടുവാണെങ്കിൽ നമ്മൾ ഒത്തിരി ഡ്രൈ ലൂസാക്കരുത്. കാര്യം അത് ട്രാവലൊക്കെ ചെയ്ത് പോകേണ്ടതല്ലേ. അപ്പോൾ ഇത്തിരി ഡ്രൈ ആയിട്ടിരുന്നു. അപ്പോൾ എല്ലാം റെഡിയായി. ഇപ്പം നന്നായിട്ട് ഇളക്കി നന്നായിട്ട് എല്ലാം മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പപ്പമാണ്. അതിൻ്റെ കൂടെ ഇത് ഞാൻ പറയാൻ മറന്നുപോയി, ഇത് കാണുന്നതിൻ്റെ കൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മറന്നു പോവല്ലേ. എല്ലാവരും ഒത്തിരി പേര് ഇത് കാണുന്നുണ്ട്. പക്ഷേ ആരും ലൈക്ക് ചെയ്യുന്നില്ല, സബ്സ്ക്രൈബറും ചെയ്യുന്നില്ല. എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഉണ്ട് എനിക്ക് ഒത്തിരി പേര്. പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുകൊണ്ട് ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. ഓക്കെ, ടാറ്റാ.